വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് മാത്രം ഒരു വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് കുറച്ചുകൊണ്ട് എത്രത്തോളം ബഡ്ജറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും? അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെത് കൺസിഡറബിളി നമ്മൾ കുറച്ചതുകൊണ്ട്, അതായത് പല റൂമുകളുടെയൊക്കെ വലിപ്പം കുറച്ചതുകൊണ്ട് മാത്രം എത്രത്തോളം കോസ്റ്റ് നമുക്ക് വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിൽ ലാഭിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിവിൻ തോമസ്, GreenAsheville ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. നമ്മൾ ഒരു വീടിൻ്റെ പ്ലാന് ചെയ്യുന്ന സമയത്ത് പല ക്ലയൻറ്റുകളുമായിട്ടൊക്കെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ അവസാന ലാപ്പിൽ ഉണ്ടാകുന്ന ഒരു സ്ഥിരം കാഴ്ചയാണ്, നമ്മളൊരു വീടിൻ്റെ പ്ലാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് വരച്ചു വന്നപ്പോഴത്തേക്കും ഇപ്പോൾ ഒരു വീട് 2000 സ്ക്വയർ ഫീറ്റ് ഓളം എത്തി ഇൻ ടോട്ടൽ. അപ്പോൾ അവർ പറയും നമുക്ക് 2000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്നതല്ല, അതുകൊണ്ട് ഇതിൻ്റെ മുറികളുടെ എല്ലാം വലിപ്പം നമുക്ക് കുറേശ്ശെ എല്ലായിടത്തു നിന്നും കുറയ്ക്കാം, എന്നിട്ട് നമുക്ക് ഇതിനൊരു 1800 സ്ക്വയർ ഫീറ്റിൽ 1700 സ്ക്വയർ ഫീറ്റിലേക്ക് നമുക്ക് ചുരുക്കാൻ പറ്റുമോ എന്ന് പൊതുവെ ആൾക്കാർ ചോദിക്കുക. അപ്പം അത് ചോദിക്കുന്ന ആൾക്കാരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഒരു പക്ഷേ, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സ്ക്വയർ ഫീറ്റിന് കൊണ്ട് നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുന്ന റേറ്റിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു തുക കണക്കാക്കുന്നത് കൊണ്ടാണ് ആൾക്കാർ പൊതുവെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പം ആൾക്കാർ പൊതുവെ ചോദിക്കുന്നത്, അപ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റ് ഒരു 1800 സ്ക്വയർ ഫീറ്റിലേക്ക് 1700 സ്ക്വയർ ഫീറ്റിലേക്ക് കുറയ്ക്കുമ്പോൾ വീടിൻ്റെ മൊത്തം കോസ്റ്റും അത്രയും തന്നെ കുറയൂലോ എന്ന് ആണ് ആൾക്കാർ പൊതുവെ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഈ പ്ലാനിങ്ങിൻ്റെ സമയത്തുണ്ടാകുന്ന സ്പേസിനെ ഒരു കുറച്ചുകൂടെ ക്രാംഡ് ആക്കിയിട്ട്, അതായത് സ്പേസുകളെ കുറച്ചുകൊണ്ട് ബഡ്ജറ്റിൽ ഒത്തിരി ലാഭിക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ പൊതുവെ കാണാറുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നതായിട്ട് ഞങ്ങളുമായിട്ട് ഡിസ്കഷനിൽ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടൊരു ഡിഫറൻസ് മാത്രമേ ഈ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കുന്ന ഒരു കാര്യം കൊണ്ട് ടോട്ടൽ ബഡ്ജറ്റിൽ ഉണ്ടാവുന്നുള്ളൂ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു വീടിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് നിർണ്ണയിക്കുന്ന വിവിധ ഘടകങ്ങളെ പറ്റി നമുക്ക് ഒന്ന് നോക്കിക്കൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് കിടക്കാം. അതായത് ഒന്നാമതായിട്ട് ഇപ്പോൾ നമ്മളൊരു ബെഡ്റൂമിനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബെഡ്റൂമിൻ്റെ നീളം കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ, വിഡ്ത്ത് കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ വ്യത്യാസം സംഭവിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന കട്ട, അതായത് നമ്മൾ ഭിത്തി പണിയാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ ആ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഒരു ചെറിയ വ്യത്യാസം വരും. അതുപോലെ തന്നെ ഫ്ലോറിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈൽസിൻ്റെ അളവ് എത്രയാണോ അതിൽ കുറച്ച് വ്യത്യാസം വരും. റൂഫിങ്ങിൽ കുറച്ച് എക്സ്റ്റൻഷൻ ഉണ്ടാകുമ്പോൾ ഒരടി നീളം കൂടുമ്പോഴത്തേക്കും വരുന്ന കമ്പിയുടെ അളവ്, അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന മെറ്റൽ ബാക്കി കാര്യങ്ങളുടെയൊക്കെ അളവ്, ഇത്തരം മെറ്റീരിയലുകളുടെ അളവിൽ നമുക്ക് വ്യത്യാസം വരും. ഒരു ബഡ്ജറ്റിൽ ഏത് ബഡ്ജറ്റിൽ നിർമ്മിക്കുന്ന വീടാണേലും ഒരു ബെഡ്റൂമിൻ്റെ നീളം കൂടിയതുകൊണ്ടോ വലിപ്പം കുറഞ്ഞതുകൊണ്ടോ അതിലേക്ക് കയറാനുള്ള ഡോറിൻ്റെ എക്സ്പെൻസ് നമുക്ക് മാറുന്നില്ല. അതിന് കൊടുക്കുന്ന വിൻഡോകളുടെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ആ ബെഡ്റൂമിലെ നമ്മളൊരു കോട്ട്, ബെഡ് മേടിക്കുന്ന കട്ടിലിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഒരു ബെഡ്റൂമാണ് അതിൻ്റെ കട്ടിൽ വേണം. അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന വാർഡ്രോബ്, അതും ഒരു ബെഡ്റൂമിന് ഒരെണ്ണം വേണം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇലക്ട്രിക്കലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂം ആണെങ്കിൽ അതിനിടുന്ന ഫാന്, ലൈറ്റിൻ്റെ പോയിൻറ്റ്, പ്ലഗ് പോയിൻറ്റുകൾ, ഇവയിലൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. ആകെ നമ്മൾ കുറയ്ക്കുന്നത് ഈ ഭിത്തിയുടെ നീളം കൂട്ടുന്നതും ടൈൽസും ഈ റൂഫിങ്ങിൻ്റെ എക്സ്പെൻസിലും വരുന്ന ആ ഒരു വ്യത്യാസം. ഇത് ഇൻ ടോട്ടലി ഉള്ള നമ്മുടെ ആ ബെഡ്റൂമിൻ്റെ ബഡ്ജറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം വളരെ തുച്ഛമായിട്ടുള്ളൊരു മാറ്റം മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ലാഭമായിട്ട് കിട്ടുന്നുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൻ്റെ കേസ് എടുത്താൽ, ഇപ്പോൾ ഒരു ബാത്റൂമിൻ്റെ നീളം കൂടുന്നതുകൊണ്ടോ വീതി കൂടുന്നതുകൊണ്ടോ ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ മേജറായിട്ട് എക്സ്പെൻസ് വരുന്ന മെറ്റീരിയലുകൾ, അതായത് പ്ലംബിങ്ങിൻ്റെ ലൈൻ വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പൈപ്പിൻ്റെ നീളം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇനി ക്ലോസറ്റ് നമുക്ക് എന്താണെങ്കിലും ഒരെണ്ണം വാങ്ങിയേ പറ്റത്തുള്ളൂ. ഒരു വാഷ് ബേസിൻ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാഷ് ബേസിൻ നമുക്ക് അതിൻ്റെ അകത്ത് വെക്കണം. അതിപ്പോൾ വലിയ ബാത്റൂം ആണെങ്കിലും ശരി, ചെറിയ ബാത്റൂം ആണെങ്കിലും ശരി, നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രൈസിനുള്ള ഒരു ക്ലോസറ്റും ഒരു വാഷ് ബേസിനും ഒരു ഷവറിൻ്റെ യൂണിറ്റും എന്താണെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ടോട്ടൽ ബഡ്ജറ്റിൽ മേജർ എക്സ്പെൻസ് ആയിട്ട് വരുന്ന ഷവർ, ക്ലോസറ്റ്, വാഷ് ബേസിൻ, ഈവൻ ഒരു വെന്റിലേഷൻ, ഇനി എക്സോസ്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു ഫാന്, അതിൻ്റെ അകത്തിടുന്ന ഒരു ലൈറ്റ്, ഒരു പ്ലഗ് സൈഡിൽ കൊടുക്കുന്ന പ്ലഗ് പോയിന്റ് മുതലായ കാര്യങ്ങളെല്ലാം എന്താണെങ്കിലും നമുക്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വരും. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റ് നോക്കുമ്പോൾ അവിടെയും നമുക്കുണ്ടാകുന്ന ലാഭം വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബാക്കി കോമൺ സ്പേസുകൾ, അതായത് ഇപ്പോൾ ലിവിങ് റൂമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സോഫ സെറ്റ്, അതിപ്പം നമുക്ക് എന്താണെങ്കിലും വാങ്ങിയിട്ടേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഡൈനിങ് റൂമിൽ ഉപയോഗിക്കുന്ന ഡൈനിങ് ടേബിൾ, നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്ന വാഷ്, ഇനി അതല്ലെങ്കിൽ ഒരു സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ ആ സ്റ്റെയർ കേസ്, നമ്മൾ മുൻപിലത്തെ വരാന്തയാണെന്നുണ്ടെങ്കിൽ വരാന്തയിൽ ഇടുന്ന ഫർണിച്ചർ,
ഇങ്ങനത്തെ മേജറായിട്ട് വരുന്ന നമ്മുടെ കോമ്പോണൻറ്റുകളിലൊന്നും നമുക്ക് ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ കൊടുക്കുന്ന പവർ ലൈറ്റിൻ്റെ പോയിൻറ്റുകളായിക്കോട്ടെ, ഫാനുകളായിക്കോട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമുക്ക് യാതൊരു കുറവും വരുത്താനായിട്ട് സാധിക്കില്ല. ആകെ കുറയ്ക്കാൻ പറ്റുന്നത് കുറച്ച് ബ്രിക്കിൻ്റെ ലാഭം കിട്ടും, റൂഫിൽ സ്ലാബിലെ കുറച്ച് ലാഭം കിട്ടും, ഫ്ലോറിങ്ങിൽ കുറച്ച് ടൈൽസിൻ്റെ ലാഭം കിട്ടും. അപ്പം ഈ ഒരു ലാഭം കൊണ്ട് നമുക്ക് വീടിൻ്റെ ടോട്ടൽ കോസ്റ്റിൽ മാർജിനലായ വലിയൊരു വ്യത്യാസം നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മണ്ടത്തരം തന്നെയാണ്. ഇനി അതുപോലെ തന്നെ നമ്മളൊരു കിച്ചൻ്റെ കേസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, കിച്ചൻ്റെ വലിപ്പം കൂടിയാൽ മേജറായിട്ടുള്ളൊരു ഡിഫറൻസ് കിച്ചണിൽ വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കിച്ചണിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് നമ്മുടെ കബോർഡുകളുടെ, അതായത് നമ്മൾ സൈഡിൽ കൊടുക്കുന്ന സ്ലാബിൻ്റെയും അതുപോലെ ഓവർഹെഡ് ആയിട്ട് വരുന്ന ക്യാബിനുകളുടെയൊക്കെ അളവ് ന്യായമായിട്ട് വർദ്ധിക്കും. അപ്പം ആ വർധനവ് നമുക്ക് ഇൻറ്റീരിയർ എന്ന് പറയുന്ന ഒരു കേസിലേക്ക് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ബഡ്ജറ്റ് കൂട്ടാനായിട്ട് ഈ അടുക്കളയുടെ വലിപ്പം കൂടുന്നത് നമുക്ക് ഇടവരുത്തും. പക്ഷേ ആ സമയം നമ്മൾ ചിന്തിക്കണം, നമ്മളിപ്പോൾ ഒരു വലിയ അടുക്കളയാണെങ്കിലും ചെറിയ അടുക്കളയാണെങ്കിലും ശരി, ഇതിൻ്റെ അകത്തെല്ലാം വരുന്ന കോമൺ ആയിട്ട് വരുന്ന ചില ഫാക്ടർ, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹുഡ്, അതുപോലെ തന്നെ ചിമ്മിനി, ഇനി അതല്ലെങ്കിൽ നമ്മുടെ സിങ്ക്, എക്സോസ്റ്റ് ഫാൻ ഉണ്ടെങ്കിൽ അത്, ഇനി അതല്ലെങ്കിൽ ഫ്രിഡ്ജിന് കൊടുക്കുന്ന ഒരു പവർ പോയിൻ്റ് ഉണ്ടെങ്കിൽ, അല്ലെ ഫ്രിഡ്ജ്, അതുപോലെ ഫ്രിഡ്ജിൻ്റെ പോയിൻ്റ്, അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൻ്റെ പൊസിഷൻ, ഇങ്ങനെ നമുക്ക് ഒരു കിച്ചണിൽ വേണ്ടുന്ന എക്യുപ്മെൻസിനെ ഒന്നും നമുക്ക് സത്യം പറഞ്ഞാൽ കുറയ്ക്കാൻ പറ്റില്ല. ആ കുറയ്ക്കാൻ പറ്റുന്നതിൻ്റെ വലിപ്പം മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ഇൻ ടോട്ടലി നമ്മൾ ബഡ്ജറ്റ് നോക്കുമ്പോഴത്തേക്കും ഈ കബോർഡിൻ്റെ ഏരിയ കൂടുന്നതനുസരിച്ച് ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ ഉണ്ടാവും എന്നതൊഴിച്ചാൽ ബാക്കി എക്സ്പെൻസുകളിലൊന്നും വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാൻ ബെഡ്റൂമിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഫ്ലോറിങ്ങിലും റൂഫിങ്ങിലും ഭിത്തിയിലും ഉണ്ടാകുന്ന അളവുകളിലെ ചേഞ്ചുകളുള്ളൂ. ഈവൻ ജനലിൻ്റെ പോലും വലിപ്പം നമുക്ക് ഒരു ബെഡ്റൂമിൽ ഒരു പരിധിയിലധികം കുറച്ച് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കാത്തത്തോളം കാലം ബഡ്ജറ്റിൽ ഉണ്ടാക്കുന്ന വേരിയേഷനും വളരെ കുറവായിരിക്കും. ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് വീടിൻ്റെ അകത്തെ കാര്യമാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു വീടിൻ്റെ അകത്തെ മേജറായുള്ള ബാത്റൂം, ബെഡ്റൂം, കിച്ചൺ പോലത്തെ കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതുപോലെ തന്നെ നമ്മളൊരു വീടിൻ്റെ ടോട്ടലി നോക്കുമ്പോൾ ബാക്കിയുള്ള മുറികളെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് അനുമാനിക്കാം. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ടൊരു വീട് പണിയുന്ന സമയത്ത് ഇതിൻ്റെ ലാൻഡ്സ്കേപ്പ്, അതായത് വീടിൻ്റെ ചുറ്റുമുള്ള ബൗണ്ടറി വാൾ നമുക്ക് കെട്ടണം. അത് നമ്മളിപ്പോൾ വലിയ വീട് വെച്ചാലും ശരി, കുഞ്ഞു വീട് വെച്ചാലും ശരി, ഈ ബൗണ്ടറി വാൾ കെട്ടുന്നതിനുള്ള എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മുടെ സ്ഥലത്തിന് ചുറ്റുമുള്ളത് നമുക്ക് കരിങ്കല്ല് കെട്ടിയാണെങ്കിൽ അത് എടുത്തേ പറ്റത്തുള്ളൂ. അതിന് ചുറ്റുമുള്ള മതിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അവിടെ വെക്കാനുള്ള ഗേറ്റ്, അത് വലിയ വീടാണെങ്കിലും ശരി, കുഞ്ഞു വീടാണെങ്കിലും ശരി, ഗേറ്റിൻ്റെ എക്സ്പെൻസ് നമുക്ക് വരും. അതുപോലെ ഇനി മുറ്റത്ത് നമുക്ക് സോളിഡ് ബ്ലോക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പേവ്മെൻറ്റ്സ് നമ്മൾ വിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ്, അതിപ്പം വലിയ വീടാണെങ്കിലും ശരി, ചെറിയ വീടാണെങ്കിലും ശരി, ഇത് നിൽക്കും. ഇനിയിപ്പോൾ നമുക്കൊരു വെള്ളത്തിന് വേണ്ടി നമ്മുടെ കിണർ കുത്തി, അത് വലിയ വീടാണെങ്കിലും ശരി, ചെറിയ വീടാണെങ്കിലും ശരി, വലിയ മുറിയാണെങ്കിലും ശരി, ചെറിയ മുറിയാണെങ്കിലും ശരി, ഇത്തരം ഓവർഹെഡ് ആകുന്ന എക്സ്പെൻസുകളെല്ലാം തന്നെ എന്താണെങ്കിലും നമുക്ക് നിലനിൽക്കും. ഇനി അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിയുടെ വലിപ്പം കൂടുന്നതുകൊണ്ടോ കുറയുന്നതുകൊണ്ടോ നമുക്ക് എന്താണെങ്കിലും ഇപ്പം ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ സാധാരണ കൊടുക്കുന്ന വാട്ടർ ടാങ്ക് നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. ഈവൻ മോട്ടർ മേടിക്കുന്നത് നമുക്ക് മേടിച്ചേ പറ്റത്തുള്ളൂ. കൊടുക്കുന്ന ഇലക്ട്രിക് പോയിൻറ്റ്സുകളൊന്നും നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു വീടിൻ്റെ മേജർ എക്സ്പെൻസ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അത് മുറിയുടെ വലിപ്പം കൂടുന്നത് കൊണ്ടോ കുറയുന്നത് കൊണ്ടോ ഒരു മാസീവായ ഡിഫറൻസ് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അപ്പം നമ്മളൊരു പരിധിയിലധികം കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ വീടിൻ്റെ അകത്തെ സ്പേസുകൾ ഒരു പരിധിയിലധികം കുറയ്ക്കുന്നത് എത്രത്തോളം നമ്മളെ ബഡ്ജറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വിശദമായിട്ടൊന്ന് നിങ്ങളെല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു പരിധിയിലധികം കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ അസൗകര്യങ്ങൾ, അതായത് ഇടകുറവിൻ്റെതായ കുറച്ച് അസൗകര്യങ്ങൾ ഉണ്ടാകുമെന്നല്ലാണ്ട് ടോട്ടൽ എക്സ്പെൻസിൽ ഒരു വ്യത്യാസം ഒന്നും സംഭവിക്കാനില്ല. ഇതിന് ഇനി അഥവാ നമുക്ക് കുറയ്ക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് മുറികളുടെ വലിപ്പം കുറയ്ക്കുമല്ല, പകരം ഇതിനകത്ത് ഒഴിവാക്കാൻ പറ്റുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന്, അതായത് ഇപ്പോൾ 4 ബാത്റൂം നമുക്ക് വേണമെന്ന് ചിന്തിച്ചതിനകത്ത് നമ്മൾ ഒരു ബാത്റൂമിനെ ഒഴിവാക്കിയാൽ മേജറായിട്ടൊരു കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇപ്പം 2 കിച്ചൺ നമുക്ക് വേണമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് അത് വേണ്ട, ഒരു വലിയ കിച്ചൺ മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ അതുപോലെ മുറിയിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 2-4 പാളി ജനൽ വെക്കുന്ന സ്ഥാനത്ത് നമ്മൾ മുറിയുടെ വലിപ്പം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ ഒരു 4 പാളി, ഒരു 2 പാളി ജനൽ മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ കോസ്റ്റ് കുറയും. ഇങ്ങനെ മെറ്റീരിയലുകൾ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും, അതായത് നമ്മൾ വെറും സ്ക്വയർ ഫീറ്റിനെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ടോട്ടൽ ബഡ്ജറ്റ് കുറയ്ക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു തെറ്റായ ചിന്തയാണ്. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുപോലെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മറ്റൊരു വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറയുന്നതിൻ്റെ അകത്തെ
ന്യായം, അതായത് ഒരു സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് ഇത്ര രൂപ എന്നൊരു വീടിനെ സംബന്ധിക്കാൻ ബ്ലൈൻഡായിട്ട് അതിൻ്റെ പ്ലാൻ പോലും നോക്കാതെ പറയാൻ പറ്റുമോ എന്ന് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഒരു ലെവലിലൂടെയുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.